അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 1 ആണ് ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ചിൻ്റെ. ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഒത്തിരി ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ മലയാളികളുടെ ഒരു ദേശീയ ഫുഡാണല്ലോ പുട്ടും പഴവും. അപ്പോൾ ഇന്ന് പുട്ടും പഴവും വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ദേശീയ ഫുഡാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ എന്നും പുട്ടുണ്ടാവും, എന്നും പുട്ടും പഴമായിരിക്കും, അല്ലെങ്കിൽ പുട്ടും കടലക്കറി. അപ്പോൾ പുട്ടും പഴമാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പുട്ടും പഴവും തന്നെ വെച്ചിട്ട് നമ്മുടെ ഈ 7 ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പുട്ടും പഴം ഉണ്ടാക്കുന്ന ഡേ 1 ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഈ ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ചൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ പുട്ടും പഴം ഉണ്ടാക്കുന്നതെന്നല്ലേ. ഇതൊരു റെസിപ്പി ചാനൽ അല്ലാത്തത് കൊണ്ടും എനിക്ക് പൊതുവേ കുക്കിങ്ങിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ചലഞ്ചസ് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട്. ഇടയ്ക്ക് ഞാൻ അങ്ങനെയാണ്. റോയിച്ച ഇങ്ങനെ കളിയാക്കും, എൻ്റെ കുഞ്ഞു ആ ഗ്രൈൻഡിങ് മെഷീനൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ട് വെറുതെ ഇരുന്ന് തുരുമ്പിച്ച് പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമ്പം ആ ഒരു ടൈമിൽ എന്നാ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ ഇഡ്ഡലിയോ ദോശയോ പുട്ടോ ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെ തന്നെ അതൊന്ന് ഒരു റുട്ടീനിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചലഞ്ച് വെക്കും. ഇനി ഒരു 3 ദിവസത്തേക്ക് വെറൈറ്റി ഫുഡ് കിട്ടും, ഇനി ഒരു 7 ദിവസത്തേക്ക് നിങ്ങൾക്ക് വെറൈറ്റി ഫുഡ് ഞാൻ ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ടൈമിൽ അതൊന്ന് വീഡിയോ ആക്കാമെന്ന്. കാരണം അതിൽ ഞാൻ ഭയങ്കര ഒരു ഹാപ്പിനെസ് കണ്ടെത്താറുണ്ടെന്ന് മാത്രമല്ല, ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു 7 ഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ച് ചെയ്യുന്നതിലൂടെ എല്ലാ ദിവസവും ഞാൻ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും, പ്ലസ് ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ എന്നെ അതിന് സഹായിക്കുകയും ചെയ്യുമല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അതുമാത്രമല്ല, എന്നെപ്പോലെ കുക്കിങ്ങിന് മടിയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരും ഇതേപോലെ 7 ദിവസത്തേക്ക് ഞാൻ ഇന്ന ടൈപ്പ് ഫുഡ് ഉണ്ടാക്കും എന്നൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങിയാൽ അത് നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു റെസിപ്പി ചാനൽ അല്ലാത്തത് കൊണ്ട് തന്നെ വെറൈറ്റി ഫുഡൊന്നും കിട്ടത്തില്ല. സാധാ നമ്മുടെ പുട്ട്, ദോശ, ഇഡ്ഡലി ഇതൊക്കെ തന്നെയായിരിക്കും ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. പിന്നെ ഈ ഒരു കപ്പ് ഞാൻ ഐക്കയിൽ പോയപ്പോൾ മേടിച്ചതാണ്. വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ മേടിച്ച് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് വലിയ യൂസ്ഫുൾ അല്ലാന്ന്. കാരണം അടിയിൽ ഒട്ടും മണ്ണം ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തട്ടി മറിഞ്ഞു പോവും. പിന്നെ അതേപോലെ പിടിയിലാണെങ്കിലും ഒരു വിരലേ കയറ്റാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഹോൾഡിങ് അത്ര കംഫർട്ടബിൾ അല്ല. എന്നാലും അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ നല്ലതാണെന്ന് വിചാരിച്ച് മേടിച്ചതാണ് കേട്ടോ. പിന്നെ പൊതുവേ ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടീ മസാല അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഞാൻ ആഡ് ചെയ്യാറുണ്ട്, ഒരു ഫ്ലേവറിനും ഒരു ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചായ അടിക്കുമ്പോൾ നല്ല അടിച്ച് പതപ്പിച്ച് നല്ലതായിട്ട് വെക്കുകയുള്ളൂ. എനിക്ക് ഈ പാടെ ഊറിയിരിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം അത് കണ്ട് റോയിച്ചനും നല്ല പതപ്പിച്ച് ചായയാണ് കേട്ടോ ഇഷ്ടം. അതുപോലെ എൻ്റെ വീട്ടിലായാലും അമ്മയും അപ്പയും ചിക്കും എല്ലാവരും അങ്ങനെയാണ് കേട്ടോ കഴിക്കുക. ഞാൻ അങ്ങനെ പൊതുവേ പാടെ ഊറിയ ചായയൊന്നും നമ്മളുടെ അറിയാവുന്നവരിൽ നിന്ന് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എനിവേസ് ഞങ്ങൾ അങ്ങനെ പുട്ടും പഴമൊക്കെ കഴിച്ചു. ഇപ്പം ഞാൻ എൻ്റെ മക്കളോടും പറയുന്നൊരു കാര്യമാണ്, എന്നും ഈ സീരിയൽ മിൽക്ക് കഴിക്കാതെ നമ്മുടെ മലയാളീകരിച്ച ഫുഡൊക്കെ കഴിച്ചൊന്ന് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്. മക്കൾ സാധാരണ സീരിയൽ മിൽക്ക് മാത്രമാണ് കേട്ടോ കഴിക്കുക. പക്ഷേ ഇപ്പോൾ ഈ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ മക്കളെയും നമ്മുടെ മലയാളീകരിച്ച ഫുഡൊക്കെ കഴിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിവേസ് ഞങ്ങളുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ മോർണിംഗ് ഇന്ന് പുട്ടും പഴത്തിലൂടെ പോയി. നാളത്തെ റെസിപ്പി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു. ബൈ.